നിങ്ങൾക്ക് ഏത് ലാലേട്ടനെ കാണണം? ചെറുപ്പക്കാർക്ക് ഏത് ലാലേട്ടനെ കാണണം? പ്രായമായവർക്ക് ഏത് ലാലേട്ടനെ കാണണം? ഫാമിലി ഓഡിയൻസിന് ഏത് ലാലേട്ടനെ കാണണം? എല്ലാവർക്കും കാണേണ്ട ലാലേട്ടൻ അവിടെയുണ്ട്. വന്നോളൂ, കണ്ടോളൂ. ഒരു രക്ഷയില്ല. തരുൺമൂർത്തി സംഭവം, ഒരു ഫാൻ ബോയ് സംഭവം, ഏത് തരത്തിൽ നോക്കിയാലും രോമാഞ്ചം രോമാഞ്ചം രോമാഞ്ചം. ഭയങ്കര ഇടലായിരുന്നു മോഹൻലാലിന്റെ അഭിനയം, ഫൈറ്റും എല്ലാം കേട്ടണം. മ്യൂസിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ അഭിനയം കണ്ട പിന്നെ നമ്മൾ അതിലോട്ടായി പോവല്ലോ. നമ്മുടെ വീട്ടിൽ മോഹൻലാൽ ഫാനും മമ്മൂട്ടി അങ്ങനെ പ്രശ്നമില്ല, എല്ലാവരും മോഹൻലാൽ ഫാനാണ്. അതിൽ ഫസ്റ്റ് ആരായിരുന്നു സെക്കൻഡ് ആരായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അമ്മ പറ, കുറേ നാളായി ഇങ്ങനെ ഒരു മോഹൻലാലിനെ കണ്ടിട്ട്. എന്റെ പഴയ കാലത്ത് ഞാൻ കണ്ട മോഹൻലാലിനെ ഇന്ന് കണ്ടു. വെറുതെ മറ്റേ പുഷ് ബാക്ക് സീറ്റൊക്കെ മേടിച്ച് ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ഇവർ രണ്ടുപേരും മറ്റേ കുഞ്ഞു പിള്ളേരുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു. ഭയങ്കര സ്പോയിലർ ഒന്നും ആരും പറയല്ലേ, ആരും ഇങ്ങനെ സ്റ്റോറി ഒന്നും ഇടല്ലേ. ഇത് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ആ ഒരു ഫസ്റ്റ് ആ ഒരു രോമാഞ്ചം വന്നങ്ങ് പോകണം. അതാണ്. അയ്യോ, അയാള് ഭയങ്കര അനോയിങ് കേട്ടോ. കൊള്ളാം, എല്ലാം അടിപൊളി. കാസ്റ്റ് വൈസും സ്ക്രിപ്റ്റ് വൈസും സ്റ്റോറി വൈസും എല്ലാം കിട്ടില്ല. നല്ല മൂവി, കിടിലം പടമാണ്. അല്ല എന്ന് വെച്ചാൽ ഈ ഒരു ഏജിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാം. പയ്യന്മാർക്ക് ഏജ് ലിമിറ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും കാണാം. നല്ലൊരു പടമാണ്, എല്ലാവരും കാണണം. എങ്ങനെയുണ്ട് മോഹൻലാൽ? എങ്ങനെയുണ്ട് മോഹൻലാൽ? കിട്ടു, രക്ഷയില്ല. ഉറപ്പായിട്ടും ഇനി ലാലേട്ട ഉള്ളിടത്തോളം തുടരും, അത്രേ ഉള്ളൂ. നല്ല പടമാണ്. അതിൽ എൻഗേജിങ് ആയി ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നു. പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒന്നും ഒരിടത്തും പോയിട്ടില്ല. ഇല്ല, അതിനൊത്ത സ്ക്രിപ്റ്റും ആ ഡയറക്ഷൻ ആ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഒപ്പിയെടുക്കണം. പുള്ളിയുടെ എല്ലാം ഉണ്ടെന്ന് പിടിച്ചെടുക്കേണ്ടതാണ് ഡയറക്ടറുടെ ജോലി. അത് നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ വില്ലനും ലാലേട്ടിന് കട്ടയ്ക്ക് നിൽക്കും. നല്ലൊരു അഭിനയമായിരുന്നു. നല്ല പടമാണ്. തുടരും, ലാലേട്ടൻ തുടരും. മോഹൻലാൽ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പടമാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോഴാണൊന്നും പഴയ മോഹൻലാലിനെ കാണാൻ കിട്ടും. നല്ല പടമാണ്. ലാലേട്ടൻ നമ്മൾ വിചാരിച്ചേക്കളെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ വന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. അടിപൊളിയായിരുന്നു. കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. കരഞ്ഞിട്ടാണോ കാണുന്നത്? കരഞ്ഞിട്ടില്ല, പക്ഷെ കുറെ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ലാലേട്ടൻ ഇങ്ങനെ പവർ പാക്ഡ് ആയിട്ട് കാണാൻ വേണ്ടി. എല്ലാവരും കണ്ടിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വില്ലനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് 2 ഇടി കൊടുക്കാൻ തോന്നും. അമ്മാതിരി വില്ലൻ ആള് ഭയങ്കര കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇന്റൻസിറ്റി ഫീൽ ചെയ്യും. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ്. ഒരു രക്ഷയില്ല ഫിലിം. എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യണം. നല്ല അടിപൊളി സിനിമ, വേറെ ഒന്നും പറയാനില്ല. മോഹൻലാലിലെ കിടിലം കമ്പാക്ക് എന്നാണ് പറയാം. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ. എമ്പുരാൻ കണ്ട ആ ഒരു ക്ഷീണം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു തിരിച്ചറിവ് തന്നെ. അടിപൊളി പടം, ഒന്നും പറയില്ല. എന്തായാലും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങി വന്നത് തിയേറ്ററിൽ നിന്ന്. വലിയൊരു പ്രത്യേക നമ്മളിത് കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇല്ല, ഒന്നും പറയല്ല. അടിപൊളി സിനിമ. കട്ടയ്ക്ക് നിൽക്കും. രോമാഞ്ചിഫിക്കേഷൻ. നമ്മൾ എണീറ്റ് തന്നെ കൈയടിച്ച് പോകും. അതാണ് അതിൻ്റെ ഒരു ത്രില്ലിങ് സീൻ എന്ന് പറയുന്നത്. എന്നാലും ഓവറോൾ അടിപൊളി പടം. തുടരും, പിന്നെ സംശയം എന്താ. ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല പടം. പലരും കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഇറങ്ങിയത്. സങ്കടം വരാറുണ്ട്. നല്ല പടം. കൊള്ളാം, നല്ല പടം. പടം എല്ലാം കൊണ്ട് നല്ല പടമാണ്. ഞാൻ 2ാം തവണയാണ് കാണുന്നത്. വീണ്ടും കാണാൻ തോന്നുന്ന ഒരു പടമാണ്. മോഹൻലാൽ എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ്. സോളിഡ് ഫിലിം, പോയി കാണേണ്ട എല്ലാവരും. റിയൽ ഗുഡ് ഫിലിം, നല്ല സിനിമ. ഐ തിങ്ക് ലാസ്റ്റ് 4 ഇയേഴ്സിൽ തന്നെ ആളുടെ ബെസ്റ്റ് ആണ് എൻ്റെ ഒപ്പീനിയനിൽ. ഐ തിങ്ക് ഇത് അങ്ങേർക്ക് ആവശ്യപ്പെടുന്ന ഒരു കംബാക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ അതന്നെ എനിക്ക് പറയണം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ പറയുന്നത്? എല്ലാം അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ്? എങ്ങനെയുണ്ട്? കോമഡി, ആക്ഷനും നന്നായിട്ട് ചെയ്തത്. അടിപൊളി സിനിമ. ഓവറോൾ അടിപൊളി. ഒരു രക്ഷയില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആക്ച്വലി ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് ഹിറ്റാവും എന്നുള്ളത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, നല്ലതായിരിക്കും എന്ന് തോന്നി. ഓപ്പറേഷൻ ജാവ ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എമ്പുരാനോടൊപ്പം തന്നെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളത്. അവരുടെ കോമ്പോ പണ്ട് തൊട്ടേ ഹിറ്റാണല്ലോ. അതൊന്നും കൂടെ കാണാൻ പറ്റിയാൽ അത് കൊള്ളായിരുന്നു. നെസ്റ്റ് ഫീൽ ചെയ്തു. എന്താണ് എടുത്ത് പറയാൻ? മോഹൻലാലിന്റെ ഫൈറ്റ് എല്ലാം മൊത്തത്തിൽ കൊണ്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. എങ്ങനെയുണ്ട് പുതിയ വില്ലൻ? എങ്ങനെയുണ്ട്? പുതിയ വില്ലൻ കൊള്ളാം. ഇനി ഒന്നും കൂടെ കാണാൻ പോയി. എങ്ങനെയാണ്? വിഷമമൊക്കെ തോന്നിയ പടം കണ്ടിട്ട്? നല്ല സിനിമയായിരുന്നു.